आज की हिंदी कक्षा में सबको स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി വ്യാകരണം, ഹിന്ദി ഗ്രാമർ. ഇന്ന് നാം അവികാരി വിഭാഗത്തിൽപ്പെടുന്ന ക്രിയാവിശേഷൻ, അതുപോലെ തന്നെ സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദിബോധക് എന്നിങ്ങനെ 4 വിഭാഗങ്ങൾ അവികാരി ശബ്ദത്തിൽ പെടുന്നു. നമുക്കറിയാം, ശബ്ദത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: വികാരി, അവികാരി. വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ ലിംഗ്, അതായത് ജെൻഡർ, അതുപോലെ നമ്പർ, വചൻ, കേസ്, അതായത് കാരക്, ഇവയൊക്കെ പ്രയോഗിക്കുമ്പോൾ ശബ്ദങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് വികാരി ശബ്ദങ്ങളെന്ന് പറയുന്നത്. നമുക്കറിയാം, വികാരി ശബ്ദങ്ങളിൽ പെടുന്ന സംജ്ഞ, സർവനാം, വിശേഷൻ, ക്രിയ എന്നിങ്ങനെ 4 വിഭാഗങ്ങളാണ് വികാരി ശബ്ദങ്ങളിൽ പെടുന്നത്. നേരെ ഓപ്പോസിറ്റാണ് അവികാരി. लिंग, कारक, वचन, पुरुष आदि का प्रयोग करते समय उसमें कोई परिवर्तन नहीं होता है तो उसे अविकारी शब्द कहते हैं. ജെൻഡറും കേസും നമ്പറൊക്കെ ഉപയോഗിക്കുമ്പോൾ ശബ്ദങ്ങളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ അതിനെയാണ് അവികാരി ശബ്ദങ്ങളെന്ന് പറയുന്നത്. जो शब्द लिंग, वचन, कारक, पुरुष और काल के कारण नहीं बदलते वे अविकारी शब्द या അവ്യയ് कहलाते हैं. അവികാരി ശബ്ദത്തിൻ്റെ മറ്റൊരു പേരാണ് അവ്യയ്. अविकारी यानी अव्यय के प्रकार 4 प्रकार है: क्रिया विशेषण, संबंध बोधक, समुच्चय बोधक, വിസ്മയാദി ബോധക്. അവികാരി ശബ്ദങ്ങളിൽ പെടുന്നതാണ് ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദി ബോധക്. അതിലെന്താണ് ക്രിയാവിശേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ ഇതിനെ ആഡ്വർബ് എന്ന് പറയുന്നു. ക്രിയാവിശേഷൻ की പരിഭാഷ. എന്താണ് ക്രിയാവിശേഷൻ എന്ന ഇതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. वह शब्द जो हमें क्रियाओं की विशेषता का बोध कराता है वे शब्द क्रिया विशेषण कहलाते हैं. അതായത് ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. ക്രിയാക്ക് വിശേഷത ബതാത്ത ഹെ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. क्रियाओं की विशेषता बताता है उसे क्रिया विशेषण कहते हैं. दूसरे शब्दों में कहे तो जिन शब्दों से क्रिया की विशेषता का पता चलता है उन शब्दों को हम क्रिया विशेषण कहते हैं. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഏത് ശബ്ദങ്ങളാൽ ആണ് ക്രിയയുടെ, അതായത് പ്രവൃത്തിയുടെ വിശേഷത നമുക്കറിയാൻ സാധിക്കുന്നത്, ആ ശബ്ദങ്ങളെയാണ് ക്രിയാവിശേഷൺ എന്ന് പറയുന്നത്. ജൈസെ ഹിരൺ തേസ് ഭാഗ്താ ഹെ. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മാൻ വളരെ വേഗത്തിൽ ഓടുന്നു. മാൻ വേഗത്തിൽ ഓടുന്നു. ഇസ് വാക്യ में ഭാഗന ക്രിയ ഹെ. ഈ വാക്യത്തിൽ ഭാഗന എന്ന് പറയുന്നതാണ് ക്രിയ, പ്രവൃത്തി. तेज शब्द हमें क्रिया की विशेषता बता रहा है कि वह कितनी तेज भाग रहा है.
അപ്പോൾ അവിടെ തേസ് ഭാഗന എന്നതാണ് ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. തേസാണ് അപ്പോൾ അവിടെ ക്രിയ വിശേഷൺ. തേസ് ശബ്ദ ക്രിയ വിശേഷൺ ഹേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ക്രിയയെ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തേസ് ദൗഡോ, അഭിയായ, ഇപ്പോൾ വരാം. അപ്പോൾ ആന എന്നതാണ് അവിടെ ക്രിയ. അപ്പോൾ അതിന് മുന്നെയാണ് അവിടെ അഭി എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്രിയയ്ക്ക് മുന്നെയാണ് വരുന്നത്. അപ്പോൾ അഭി എന്ന് പറയുന്നതാണ് അവിടെ ക്രിയ വിശേഷൻ. അതുപോലെ തേസ് ദൗഡോ, സ്പീഡിലോടു എന്ന് പറയുന്നതിൽ ദൗഡന എന്ന് പറയുന്നതാണ് ക്രിയ, തേസ് എന്ന് പറയുന്നതാണ് ക്രിയ വിശേഷൻ. അതുപോലെ ധീരെ ചലോ, അവിടെ ധീരെ എന്ന് പറയുന്നതാണ് ക്രിയ വിശേഷൻ. ചലന എന്ന് പറയുന്നതാണ് ക്രിയ. തും വഹാം ബൈഠോ, നീ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നതിൽ വഹാം അവിടെ, ബൈഠോ, വഹാം എന്ന് പറയുന്നതാണ് അവിടെ ക്രിയ വിശേഷൻ. अर्थ के अनुसार क्रिया विशेषण 4 प्रकार के हैं. അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിയാവിശേഷണത്തെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. कालवाचक क्रियाविशेषण, स्थानवाचक क्रियाविशेषण, परिमाणवाचक क्रियाविशेषण, രീതിവാചക ക്രിയാവിശേഷൻ. അതിൽ കാലവാചക ക്രിയാവിശേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. जिससे क्रिया के करने या होने का समय यानी काल का ज्ञान हो वह कालवाचक क्रियाविशेषण कहलाता है. കാലവാചക ക്രിയാവിശേഷണത്തിൽ ഒരു പ്രവൃത്തി നടന്ന സമയത്ത് അല്ലെങ്കിൽ കാലത്തെ സൂചിപ്പിക്കുന്നു. അതിനെയാണ് കാലവാചക ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. കാൽ എന്ന് പറഞ്ഞാൽ സമയം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പരസോ മംഗളവാർ ഹേ, മറ്റന്നാൾ അല്ലെങ്കിൽ മെനിഞ്ഞാന്ന്. മംഗൾവാർ ട്യൂസ്ഡേ ആണ്. ആപ്കോ അഭി ജാനാ ചാഹിയേ, താങ്കൾ ഇപ്പോഴാണ് പോകേണ്ടത്. ആജ്കൽ, നൗവഡേസ്, കഭി എപ്പോഴെങ്കിലും, പ്രതിദിൻ ഓരോ ദിവസവും, റോസ് ഡെയിലി, സുബഹ് രാവിലെ, അക്സർ പലപ്പോഴും, റാത്ത് കോ രാത്രി, ചാർ 4. അപ്പോൾ ഇതൊക്കെ കാലത്തെ അല്ലെങ്കിൽ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെയാണ് കാലവാചക വിശേഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബജെ, ഹർ സാൽ, എല്ലാ വർഷവും. ബജെ എന്ന് പറഞ്ഞാൽ 10 ബജെ സമയത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് स्थानवाचक क्रिया विशेषण, जिससे क्रिया के होने या करने के स्थान का बोध हो वह स्थानवाचक क्रिया विशेषण कहलाता है. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു അല്ലേ. സ്ഥാന കാ സൂചന ദേത്താ ഹെ എന്ന് എഴുതിയാൽ മതി, അങ്ങനെ പഠിച്ചാൽ മതി. ഒരു പ്രവൃത്തിയുടെ നടന്നതിൻ്റെ സ്ഥാനത്തെ, പ്ലേസിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം യഹാം ഇവിടെ, വഹാം അവിടെ, ഇധർ ഇവിടെ, ഉധർ അവിടെ, നീച്ചെ താഴെ, ഊപ്പർ മുകളിൽ, ബാഹർ പുറത്ത്, ഭീതർ അകത്ത്, ആസ്പാസ് അടുത്ത് ആദി. അപ്പോൾ ഇതൊക്കെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. യഹാം എക് ഘർ ഹെ, ഇവിടെ ഒരു വീടുണ്ട്. വഹാം എക് ഗാഡി ഹെ, അവിടെ ഒരു വാഹനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്
ആണ് സ്ഥാനവാചക ക്രിയാവിശേഷൻ. യഹാം ആവോ, വഹാം ജാവോ, ഇധർ ആവോ, ഉധർ ജാവോ, നീച്ചെ പക്കടോ, ഊപ്പർ ലിക്കോ, ബാഹർ ജാവോ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു അല്ലേ, ക്രിയയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ഥാനവാചക്. അടുത്തത് പരിമാണവാചക്. പരിമാൺവാചക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പരിമാൺ അളവിനെ സൂചിപ്പിക്കുന്നു. जिन शब्दों से क्रिया के परिमाण या मात्रा से संबंधित विशेषता का पता चलता है പരിമാണവാചക ക്രിയാ വിശേഷൺ कहलाते हैं. അളവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ അളവ്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വ ധൂത് ബഹുത് പീത്ത ഹൈ, അവൻ അല്ലെങ്കിൽ അവൾ പാല് വളരെ കുടിക്കുന്നു, വളരെ കൂടുതൽ കുടിക്കുന്നു. അപ്പോൾ ഇവിടെ ബഹുത് എന്ന് പറയുന്നതാണ് അല്ലേ അളവ്, പരിമാൺ വിശേഷൺ. വ തോടാ ഹി ചൽ സക്കി, അവിടെ തോട എന്ന് പറയുന്നതാണ് പരിമാണവാചക് വിശേഷൺ അല്ലേ. അതായത് വളരെ കുറച്ച് മാത്രമേ പോകാൻ സാധിച്ചുള്ളൂ. കുറച്ച് എന്ന് പറയുന്നതാണ് അവിടെ ആ ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ഉത്തനാ കാവോ ജിത്ന പച്ചാ സക്കെ, എത്രയാണോ കഴിക്കാൻ പറ്റുന്നത് അല്ല, എത്രത്തോളം കഴിക്കാം അത്രത്തോളം നമുക്ക് സംഭരിച്ചു വയ്ക്കാം. പച്ചാ സക്കെ എന്ന് പറഞ്ഞാൽ സംഭരിച്ചു വയ്ക്കുക, കൂട്ടി വയ്ക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ അവിടെ ഉത്തന അതുപോലെ ജിത്ന എന്ന് പറയുന്നതാണ് അവിടെ പരിമാണവാചക, അളവിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് रीतिवाचक विशेषण, जिससे क्रिया के होने या करने का ढंग का पता चले वे रीतिवाचक क्रिया विशेषण कहलाते हैं. അതായത് ഒരു പ്രവൃത്തി നടക്കുന്നതിൻ്റെ രീതി, ഢങ്ക് എന്ന് പറഞ്ഞ രീതിയാണ്, എങ്ങനെയാണ് ആ പ്രവൃത്തി നടക്കുന്നതെന്നുള്ള രീതിയെ നാം സൂചിപ്പിക്കുന്നു. രീതി കാ ढंग पता चलता है. क्रिया के होने या करने के ढंग का पता चले उसे रीतिवाचक क्रिया विशेषण कहलाते हैं. जैसे शनै शनै जाता है, शनै शनै जाता है का मतलब है धीरे धीरे जाता है. പതുക്കെ, അപ്പോൾ അവിടെ ജാന എന്ന് പറയുന്നതാണ് ക്രിയ അല്ലേ. അപ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഷനേ ഷനേ എന്ന് പറയുന്നതാണ് അവിടുത്തെ രീതി. സഹസ ഭം ഫട്ട് ഗയ, വളരെ പതുക്കെ ബോംബ് പൊട്ടി. അപ്പോൾ അവിടെ സഹസ എന്ന് പറയുന്നതാണ് രീതി. നിശ്ചയപൂർവക കറൂങ്ക, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ അവിടെ നിശ്ചയപൂർവകം എന്ന് പറയുന്നതാണ് രീതി. അപ്പോൾ ഒരു പ്രവൃത്തി എപ്രകാരമാണ് ചെയ്തത് അതിനെയാണ് രീതിവാചക വിശേഷൺ എന്ന് പറയുന്നത്. രീതി കാ ബോധ് कराने वाला क्रिया विशेषण रीतिवाचक क्रिया विशेषण कहते हैं. तेज़ी से, धीरे धीरे, लगातार, ज्यों ज्यों, त्यों त्यों എന്നൊക്കെ പറയുന്നത് ഇതിൽ പെടുന്നു. അടുത്തത് रूप रचना के आधार पर क्रिया विशेषण 3 प्रकार के हैं. രൂപരചനയെ അടിസ്ഥാനപ്പെടുത്തി ക്രിയാവിശേഷണത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. मूल क्रिया विशेषण, यौगिक क्रिया विशेषण और स्थानीय क्रिया विशेषण. അതിൽ मूल क्रिया विशेषण എന്താണെന്ന് നമുക്ക് നോക്കാം. किसी दूसरे शब्द से नहीं बनता, स्वयं ही क्रिया विशेषण है. അതായത് മറ്റൊരു ശബ്ദങ്ങളാൽ ഉണ്ടാകുന്നതല്ല, സ്വയം ക്രിയാവിശേഷൻ
ആകുന്നു. അത്തരത്തിലുള്ള ശബ്ദത്തെയാണ് മൂലക്രിയാവിശേഷണമെന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധൂർ എന്ന് പറയുന്നത് വേറൊരു ശബ്ദം കൊണ്ടുണ്ടായതല്ല, അത് സ്വയം തന്നെ ഒരു ക്രിയാവിശേഷണമാണ്. ധൂർ, ധൂർജാന എന്ന് പറയുമ്പോൾ ആ ജാന എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ധൂർ, അല്ലേ? പാസാന, പാസ് ലിഖ്ന എന്നൊക്കെ പറയുന്നത് അവിടെ പാസാണ് മൂലക്രിയാവിശേഷൻ, വേറൊരു ശബ്ദം കൊണ്ടുണ്ടായതല്ല. അതുപോലെ നഹി, നഹി ജാന, നഹി കാന എന്നൊക്കെ പറയുന്നത് അതിൽ നഹി എന്ന് പറയുന്നത് മറ്റൊരു ശബ്ദം കൊണ്ടുണ്ടായതല്ല. അപ്പം നഹി അവിടെ മൂലക്രിയ വിശേഷണമാണ്. അടുത്തത് यौगिक क्रिया विशेषण. संज्ञा सर्वनाम विशेषण आदि के साथ प्रत्यय लगाने से यौगिक क्रिया विशेषण बनता है. നൗണിൻ്റെ കൂടെ അതുപോലെ പ്രൊനൗണിൻ്റെ കൂടെ അഡ്ജക്റ്റീവിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രത്യയങ്ങൾ ചേർത്ത് ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് യൗഗിക് ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നൗണാണെങ്കിൽ യഥാശക്തി, ഷാം തക്. അതുപോലെ സർവനാം യഹാം, വഹാം എന്നൊക്കെ പറയുന്നത് യൗഗിക് ക്രിയ വിശേഷണങ്ങളാണ്. അതായത് സർവനാമിൻ്റെയും നൗണിൻ്റെയും വിശേഷണത്തിൻ്റെയൊക്കെ കൂടെ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാകുന്ന ക്രിയകളെയാണ് യൗഗിക് ക്രിയ എന്ന് പറയുന്നത്. അടുത്തത് സ്ഥാനീയ क्रिया विशेषण. कभी कभी संज्ञा विशेषण आदि दूसरे शब्द बिना किसी विकार के क्रिया विशेषण के समान प्रयुक्त होते हैं, उन्हें स्थानीय क्रिया विशेषण कहते हैं. ചിലപ്പോൾ നൗൺ അതുപോലെ അഡ്ജക്റ്റീവ് തുടങ്ങിയവ മറ്റ് ശബ്ദങ്ങളോട് കൂടി അല്ലാതെ ഒരു മാറ്റവും വരാതെ ക്രിയാവിശേഷങ്ങളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ഥാനീയ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അതായത് സംജ്ഞ അതുപോലെ വിശേഷണമൊക്കെ മറ്റ് ശബ്ദങ്ങളുടെ കൂടെ അല്ലാതെ, സഹായമില്ലാതെ, ഒരു മാറ്റവും വരാതെ ക്രിയാവിശേഷണങ്ങളുടെ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ഥാനീയ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. वो खाक दौड़ेगा. इस वाक्य में खाक शब्द संज्ञा है. ഇതിനകത്ത് खाक എന്ന് പറയുന്നത് ഒരു നൗണാണ്. लेकिन यहाँ क्रिया विशेषण के रूप में प्रयुक्त किया गया है. പക്ഷേ ഇവിടെ ക്രിയാവിശേഷണത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ശബ്ദങ്ങളെയാണ് സ്ഥാനീയ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അടുത്തത് प्रयोग के विचार से क्रिया विशेषण 3 प्रकार के हैं. പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിയാവിശേഷണത്തെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സാധാരണ ക്രിയാവിശേഷൻ, സംയോജക ക്രിയാവിശേഷൻ, അനുബദ്ധ ക്രിയാവിശേഷൻ. സാധാരണ ക്രിയാവിശേഷൻ എന്താണെന്ന് നോക്കാം. जिन क्रिया विशेषणों का प्रयोग वाक्य में स्वतंत्र रूप से होता है उन्हें സാധാരണ ക്രിയാവിശേഷൻ कहते हैं. പേരിൽ തന്നെയുണ്ട് അല്ലേ? അതായത് സ്വതന്ത്ര രൂപത്തിൽ ഉപയോഗിക്കുന്ന ക്രിയാവിശേഷണത്തിൽ വാക്യത്തിൽ സ്വതന്ത്ര രൂപത്തിൽ വരുന്നതിനെയാണ്, അതായത് വളരെ ഫ്രീഡത്തിൽ വരുന്ന ശബ്ദങ്ങളെയാണ്
സാധാരണ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഉദാഹരണം ജൽദി ചലോ. അവിടെ ഒരുമിച്ചാണോ വന്നിരിക്കുന്നത്? ശബ്ദം കൂട്ടിയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, വിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? വളരെ സ്വതന്ത്ര രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് പോകൂ അല്ലേ? ചലോ എന്ന് പറയുന്നതാണ് അവിടെ, ചലന എന്ന് പറയുന്നതാണ് അവിടെ ക്രിയ. അപ്പോൾ ജൽദി എന്ന് പറയുന്നതാണ് അവിടെ സാധാരണ ക്രിയ വിശേഷൻ. മറ്റു ശബ്ദങ്ങളുമായിട്ട് കൂടിച്ചേർന്ന ഒന്നുമല്ല, വളരെ സ്വതന്ത്രമായിട്ട് അവിടെ ഉപയോഗിച്ചു. ധീരെ പോലോ, അവിടെ ധീരെ എന്ന് പറയുന്നതാണ് സാധാരണ ക്രിയ വിശേഷൻ. ബോൽന എന്ന് പറയുന്നതാണ് ക്രിയ. അപ്പോൾ സ്വതന്ത്ര രൂപത്തിൽ ഉപയോഗിക്കുന്ന സാധാരണ ക്രിയാവിശേഷണത്തെയാണ് സാധാരണ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അടുത്തത് സംയോജക क्रियाविशेषण. जो क्रियाविशेषण उपवाक्यों को मिलाते हैं उन्हें സംയോജക क्रियाविशेषण कहते हैं. മറ്റ് വാക്യങ്ങളെയുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ഒന്നിപ്പിക്കുന്ന, ഒരുമിപ്പിക്കുന്ന വിശേഷണത്തെയാണ് സംയോജിപ്പിക്കുക. അപ്പം അത്തരത്തിലുള്ള ശബ്ദങ്ങളെയാണ് സംയോജക ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഉദാഹരണം ജബ് അധ്യാപക് ആയേ തബ് വിദ്യാർത്ഥി ഖഡേ ഹോ ഗയേ. എപ്പോഴാണോ, ജബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ അധ്യാപകൻ വന്നത്, തബ് അപ്പോൾ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ജബും തബും മറ്റ് ഉപവാക്യങ്ങളെ ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ അവിടെ സഹായിച്ചു അല്ലേ? അപ്പോൾ ജബു തബ് ആണ് അവിടെ സംയോജക ക്രിയ വിശേഷൻ. ജൈസ കരോഗെ വൈസ ഭരോഗെ. എപ്രകാരമാണോ ചെയ്യുന്നത് അപ്രകാരം നിറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ജൈസ അതുപോലെ വൈസ ആണ് ആ ശബ്ദങ്ങളെ ബന്ധിപ്പിച്ചത്. അതുകൊണ്ടാണ് അവിടെ സംയോജക ക്രിയാവിശേഷൻ ഉണ്ടായത്. അപ്പം ജൈസയും വൈസയും ആണ് അവിടെ സംയോജക ക്രിയാവിശേഷൻ. അടുത്തത് അനുബുദ്ധ क्रियाविशेषण. जो क्रियाविशेषण निश्चय अथवा निर्णय का बोध कराने के लिए प्रयुक्त होते हैं उन्हें അനുബുദ്ധ क्रियाविशेषण कहते हैं. അതായത് ഉറപ്പിനെ സൂചിപ്പിക്കുന്നു. ഈ ക്രിയാവിശേഷൻ ക്രിയയുടെ കൂടെയാണ് വരുന്നത്. പക്ഷേ പ്രത്യേകത എന്താണെന്നാൽ ഉറപ്പായിട്ട്, തീരുമാനത്തെ നിശ്ചയമായിട്ട് ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം ആപ് ഇസെ അപ്നാ ഹി ബേട്ട സംജെ. താങ്കൾ ഇതിനെ അല്ലെങ്കിൽ ഇവനെ സ്വന്തം മകനായിട്ട് കരുതണം. അപ്പോൾ അവിടെ ഹി അല്ലേ, എന്തായാലും കരുതിയേ പറ്റൂ. അവിടെ ഒരു തീരുമാനം ഉണ്ടായി അല്ലേ? അപ്പോൾ അവിടെ ഹി ആണ് അനുബുദ്ധ ക്രിയ വിശേഷണം. വ ഉർദു ബി ജാൻതാ ഹെ. അടുത്തൊരു ഉദാഹരണമാണ് വ ഉർദു ബി ജാൻതാ ഹെ. അവൻ അല്ലെങ്കിൽ അവൾ ഉറുദുവും അറിയാം. അപ്പോൾ എന്തായാലും ഉറപ്പാണോ? അപ്പോൾ അവിടെ അതിനെ സഹായിച്ച അനുബുദ്ധ ക്രിയാവിശേഷണമാണ് ഭി അല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്രിയാവിശേഷണമാണ് നമ്മൾ പഠിച്ചത്. അതിനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്ഥാനവാചക ക്രിയാവിശേഷൻ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. സ്ഥാനവാചക ക്രിയാവിശേഷൻ, കാലവാചക ക്രിയാവിശേഷൻ, രീതിവാചക ക്രിയാവിശേഷൻ, പരിമാണവാചക ക്രിയാവിശേഷൻ. അതുപോലെ തന്നെ प्रयोग की दृष्टि से क्रिया विशेषण के 3 प्रकार हैं: साधारण क्रिया विशेषण, संयोजक क्रिया विशेषण, अनुबद्ध क्रिया विशेषण. അതുപോലെ തന്നെ रूप रचना के आधार पर क्रिया विशेषण के 3 प्रकार हैं: मूल क्रिया विशेषण, यौगिक क्रिया विशेषण और स्थानीय क्रिया विशेषण. आज की कक्षा इतना ही. धन्यवाद.